നമ്മൾ ഫോണിൽ എങ്ങനെ ജിമെയിൽ ഐ ഡി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പുതിയ ഫോണൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. അല്ലെങ്കിൽ ഓൾറെഡി മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ആഡ് അനദർ അക്കൗണ്ട് കൊടുക്കുക. അതിൽ ഗൂഗിൾ സെലക്ട് ചെയ്യുക. ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കിംഗ് ഇൻഫോ എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം ഡ്രോ യുവർ പാറ്റേൺ, അതായത് ഫോണിന് ഏതെങ്കിലും പാറ്റേണോ പിൻ ലോക്കോ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് വരും. അതിൽ മുകളിലുണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ ഓർ ഫോൺ ഉണ്ടാവും. അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യുക. അതിൽ ഫോർ മൈ സെൽഫ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം അടിക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് നെയിം, നമ്മളെ നെയിമോ അല്ലെങ്കിൽ നമ്മളെന്താണ് ജിമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണോ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു പേര് കൊടുക്കുക. അതിൻ്റെ ലാസ്റ്റ് നെയിം അടിയിലുണ്ടാവും. ലാസ്റ്റ് ആയിട്ട് ഒരു നെയിമോ ഇനീഷ്യലോ എന്തെങ്കിലും കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഡേയും മന്ത് ഇയർ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയിൽ ജെൻഡർ ഉണ്ടാവും. അതിൽ നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിൽ അപ്പോൾ മുകളിൽ തന്നെ കാണിക്കും നമുക്ക് ഇഷ്ടമുള്ളൊരു ജിമെയിൽ ഐ സെലക്ട് ചെയ്യാൻ. വേണമെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് അടിയിലൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സെലക്ട് ചെയ്ത് വേണം പുതിയ നമുക്കൊന്ന് അടിച്ച് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമുക്ക് അതന്നെ മതിയെങ്കിൽ അതിനോട് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു പാസ്വേഡ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ്, മറന്നു പോകാത്ത ഒരു പാസ്വേഡ് അവിടെ കൊടുക്കാം. നമ്മൾ അടിച്ചുണ്ടാക്കുന്ന ആ ഒരു പാസ്വേഡ്, അതുപോലെ തന്നെ ആ ഒരു ജിമെയിൽ ഐ ഡി ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനുശേഷം അതിൽ യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞൊരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ അപ്പോൾ അവിടെ എഴുതി കാണിച്ചു തരും നമ്മുടെ ജിമെയിൽ ഐ ഡി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം എഴുതി വെച്ചതിന് ശേഷം അത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് മുകളിലോട്ട് അതിൻ്റെ കണ്ടീഷൻസ് മറ്റു കാര്യങ്ങളാണ്. അതിൽ ഐ എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ ഐ ഡി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമുള്ള ആ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഫോണിലിപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് അടിച്ചിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മളെ ഫോണിൽ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഈ ഫോണിൽ ഓൾറെഡി 2-3 ജിമെയിൽ ഐ ഡി ഉണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൽ ഓപ്പൺ ആയത്. ഇപ്പോൾ വരുന്നത് ഞാൻ ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയ ജിമെയിൽ ഐ ഡിയിലാണ്. വളരെ സിമ്പിളായി ചെയ്യുക. എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.